ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സോ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിന് മുമ്പ് കുറേയൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പിന്നെ എഡിറ്റ് ചെയ്ത് ഇറക്കാനുള്ളൊരു മടി കാരണം ഇട്ടിട്ടില്ല. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി. എനിക്ക് ആകെ മൂന്ന് വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. വേറൊന്നുമല്ല, രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന് വർക്ക്, പിന്നെ ബിസി ലൈഫ്, ടൈമില്ല എന്നുള്ള വിഷയം. രണ്ടാമത്തെ കാര്യം, ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്, പക്ഷേ ചെയ്തിട്ട് അങ്ങോട്ട് റെഡി ആവണില്ല. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കണതും എൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റൈലൊന്നും എനിക്ക് തന്നെ ഇഷ്ടമാവാത്ത ഒരു കാരണം. പക്ഷേ ഇന്നത്തെ വ്ളോഗ് എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെമ്മറി കീപ്പ് ചെയ്യണം, ഇതൊരു വ്ളോഗ് ആക്കണം എന്നൊക്കെ ഭയങ്കര ഒരാഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരറ്റംപ്റ്റ് വീഡിയോ എടുക്കുന്നതും ഇത് ഷൂട്ട് മീൻസ് എഡിറ്റ് ചെയ്ത് ഇറക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് നാളെ. ഷൊട്ടാപ്പി നാട്ടിൽ നിന്ന് തിരിച്ചു വരികയാണ്. ഒരു 2 months ആയിട്ട് ഷൊട്ടാപ്പി നാട്ടിലാണുള്ളത്. ഞാൻ ഷാർജയിലായിരുന്നു ഒരു 3 വർഷമായിട്ട്. അവിടെ നിന്ന് ഇപ്പം അബുദാബിയിലോട്ട് മാറി. ഒരു 2.5 months ആയിട്ട് അബുദാബിയിലാണുള്ളത്. ഓഫ് കോഴ്സ് എനിക്കൊരു പുതിയ ജോബ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് പാക്ഡ് ആയിരുന്നു. കുറച്ച് എക്സാംസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് മനസ്സമാധാനമായിട്ട് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഷൊട്ടാപ്പിനെ നാട്ടിലോട്ട് അയച്ചായിരുന്നു. അതൊരു നല്ല ഡിസിഷനായിട്ടോ. കാര്യം എനിക്ക് ഇവിടെ നല്ലപോലെ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റി. ഓൾസോ കുട്ടി അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഉമ്മാൻ്റെ കൂടെ, ബ്രദറിൻ്റെ കൂടെ, ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ, പിന്നെ നാട്, പച്ചപ്പ്, മഴ, കുറേ ആൾക്കാർ. കുട്ടി അത് റിയലി എൻജോയ് ചെയ്തു. ഇവിടെ നിന്ന് നാട്ടിലോട്ട് അയക്കുമ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അന്ന് രാത്രി ഫുള്ള് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ എത്തി 1-2 ദിവസം കഴിഞ്ഞ് അവിടുത്തെ ഒരു ചില്ലാക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഞാൻ എടുത്ത ഡിസിഷൻ അത് നല്ല ഡിസിഷനായിരുന്നു എനിക്ക് പിന്നെ മനസ്സിലായി. ആളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം പോലും എനിക്ക് അങ്ങനെ ആളെ മാറി, ഒരു ദിവസം എന്നല്ല, ഒരു കുറച്ച് സമയം പോലും എനിക്ക് ആളെ വിട്ടിട്ട് നിൽക്കാൻ പറ്റില്ലായിരുന്നു. എപ്പോഴും ഇങ്ങനെ കൂടെ കൊണ്ട് നടന്ന്, എപ്പോഴും ഇങ്ങനെ എടുത്ത് അങ്ങനെയുള്ള ഒരു ലൈഫിൽ നിന്ന് പെട്ടെന്ന് ആൾ പോയി. സോ അത് ഭയങ്കര ഒരു ഗ്യാപ്പായിരുന്നു ലൈഫിൽ ഈ ഒരു കുറച്ച് സമയത്ത്. അപ്പോൾ ഷൊട്ടാപ്പി നാളെ തിരിച്ചു വരുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ശരിക്കും. അപ്പോൾ അത് ഒരു വ്ളോഗായിട്ട് സെറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കണത്. എനിവേ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അബുദാബിയിലെ പുതിയ റൂമിലാണ്. ഇറ്റ്സ് അറ്റ് സായിദ് സിറ്റി. ഒരു ചോപ്പർ ഇങ്ങനെ പോകുന്നുണ്ട് മേലെ കൂടെ. റിയലി ഈ ഒരു ലൈഫ് ഉണ്ടല്ലോ, ഐ മീൻ അബുദാബി ലൈഫ് ഭയങ്കര രസമാണ് കേട്ടോ. ഒരു 3 കൊല്ലം നമ്മൾ ഷാർജയിൽ നിന്നു. ഷാർജ എന്ന് പറയുമ്പോൾ വി വെർ ഇൻ ദുബായ് ഷാർജ ബോർഡർ, അൽടൗൺ ഏരിയയിലായിരുന്നു. ലൈഫ് ഒന്നും കൂടെ കുറച്ചും കൂടെ എന്താ പറയുക, ഒച്ചപ്പാടും ബഹളമൊക്കെ ഉള്ള ഒരു ലൈഫായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇറ്റ്സ് വെരി പീസ്ഫുൾ. ഇവിടെ അബുദാബിയിൽ ഞാൻ ആദ്യം വന്നത് ഷാബിയയിലായിരുന്നു. അവിടെ ഒരു 2 weeks നിന്നു. പിന്നെ MBZ 1 മാസം നിന്നു. പിന്നെ ഷക്ബൂത്തിൽ 1 മാസം നിന്നു. ആൻഡ് ഇപ്പം സായിദ് സിറ്റിയിൽ വന്നിട്ട് ഒരു 1 week ആവുന്നു. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഷക്ബൂത്താണ്. ഷക്ബൂത്ത് സിറ്റി, ഹായ്. ഇവിടെ ഫുള്ള് നൈബേഴ്സ് എല്ലാം മലയാളീസാണ്. ഓക്കെ, അപ്പം ഷക്ബൂത്ത് സിറ്റി എന്ന് പറയുന്നത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പക്ഷെ അവിടുത്തെ റെൻ്റൊന്നും നമുക്ക് അഫോർഡബിൾ അല്ലാത്തതിനെ കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറിയത്. ഇവിടെ ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു 2 BHK അപ്പാർട്ട്മെൻറ്റിലാണ്, ഐ മീൻ വില്ലയിലാണ്. ഇതിനകത്ത് ഒരു റൂം കംപ്ലീറ്റ്ലി ഞാൻ ഷൊട്ടാപ്പിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിഡ്സിൻ്റെ തീമിൽ. ഒരു സ്പേസ് തീമാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഷൊട്ടാപ്പി വന്ന് ഈ റൂമൊക്കെ കാണുമ്പോൾ ആകെ സർപ്രൈസ്ഡ് ആയിട്ട് ഹാപ്പി ആവണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം സെറ്റ് ചെയ്യുന്നത്. പക്ഷേ സാഡ്ലി നമ്മൾക്ക് വാൾപേപ്പറൊന്നും ഫിക്സ് ചെയ്ത് കിട്ടില്ല നാളേക്ക്. അതുപോലെ തന്നെ കുറച്ച് ടോയ്സും പിന്നെ കുറച്ച് ആക്സസറീസും ഒക്കെ ഓർഡർ ചെയ്തത് വരാൻ ഡിലേ ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങ് സെറ്റ് ആവില്ല. എന്നാലും ഷൊട്ടാപ്പി ഹാപ്പി ആവും.
എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണത്. കാര്യം ആളുടെ പഴയ ടോയ്സൊക്കെ കാണുമ്പോൾ, ഇന്നലെ ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോൾ പഴയ ടോയ്സൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ ആൾ ഞാൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് അതൊക്കെ നാളെ അതെല്ലാം കൂടെ വന്ന് കാണുമ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓഫ് കോഴ്സ് ഈ ഒരു റൂമുണ്ടല്ലോ, ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. കാര്യം ഇവിടെ ഇത് ഫുള്ള് മലയാളി കമ്മ്യൂണിറ്റിയാണ്, നെയ്ബേഴ്സ് എല്ലാം ഫുള്ള് മലയാളീസാണ്. അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് തോന്നി. കാര്യം അടുത്ത് നഴ്സറീസൊന്നുമില്ല, കുറച്ച് പോകണം. അപ്പോൾ ഷൊട്ടാപ്പി ആദ്യം നഴ്സറിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പം ഇവിടെ കുറേ പിള്ളേരുണ്ട്, ഇഷ്ടംപോലെ പിള്ളേരുണ്ട്, ഷൊട്ടാപ്പിയുടെ പ്രായത്തിലുള്ളതും അതിൻ്റെ ചെറുതും അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കുറേ പിള്ളേരുണ്ട്. സോ ആൾക്ക് ഇവിടെ ഒരു ഗ്യാങ്ങിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് മെയിൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ്സ് പോകണം ഒരു റെസ്റ്റോറൻറ്റോ ഹോട്ടലോ കിട്ടണമെന്നുണ്ടെങ്കിൽ. അത് ഭയങ്കര ഒരു നല്ല ഒരു കാര്യമാണ്. ബിക്കോസ് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് വയറൊക്കെ കേടായി IBS ഒക്കെ വന്ന്, അപ്പം ഈ 20 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് 3 നേരം പോയിട്ട് ഭക്ഷണം കഴിക്കൽ പോസിബിൾ അല്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കും എന്നുള്ളതാണ് മെയിൻ തിങ്. അത് ഭയങ്കര സമാധാനമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യണു. ആൻഡ് ഞാനിപ്പോൾ ഇവിടെ യാർഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. ആദ്യമായിട്ടാണ് എനിക്ക് യാർഡൊക്കെ ഉള്ള റൂം കിട്ടണത്. UAE വന്നിട്ട് ഞാനവിടെ നിന്നത് ഒരു ബാൽക്കണി പോലും ഇല്ലാത്തൊരു റൂമിലായിരുന്നു. ബാൽക്കണി ഇല്ലെങ്കിൽ പോലും ആ ഒരു റൂം ഭയങ്കര ഒരു ക്ലോസ് ടു മൈ ഹാർട്ട് എന്നൊക്കെ പറയില്ലേ. നല്ല കുറേ മൊമെൻറ്റ്സ്, 3 കൊല്ലത്തെ ഫുള്ള് നമ്മളവിടെ ആയിരുന്നല്ലോ. കുട്ടി ഉണ്ടായതും കുട്ടി വളർന്നതും ഒക്കെ അവിടെ ആയിരുന്നു. സോ അത് കുറച്ചും കൂടെ നല്ല ഒരു യൂറോപ്യൻ സ്റ്റൈൽ പോലെയുള്ള ഒരു വീടായിരുന്നു. ഇത് ഒരു പ്രോപ്പർ വില്ല. രണ്ടും നല്ല മാറ്റമുണ്ട് കേട്ടോ. അവിടെ കുറച്ചും കൂടെ ഫെസിലിറ്റീസും കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിരുന്നു. ഇവിടെ അത്രത്തോളം സ്പേഷ്യസ് അല്ല. അതുകൊണ്ട് തന്നെ ഫർണിച്ചറൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇടാൻ സ്പേസ് ഇല്ല. അവിടുത്തെ ഡൈനിങ് ടേബിളെല്ലാം ഇപ്പോൾ എടുത്തിട്ട് ഞാൻ യാർഡിലിട്ടേക്കുവാണ്, സ്പേസ് ഇല്ലാത്തതിനെ കൊണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ യാർഡിൽ ഇങ്ങനെ 1-2 സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലൈറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഗ്യാസ് കണക്ഷൻ എടുക്കാനൊക്കെ പോകണം, ഭക്ഷണം കഴിക്കാൻ ചാവിയെ പോകണം, വാൾപേപ്പർ കർട്ടനൊക്കെ ഫിക്സ് ചെയ്യുന്ന കടയിൽ പോകണം. ഇങ്ങനെ കുറേ പണികളുണ്ട്. പക്ഷേ ഈ വ്ളോഗിൻ്റെ സ്പെഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് അത് നാളെ ആയിരിക്കും. നാളെ ഷൊട്ടാപ്പി വരുന്നതായിരിക്കും. ഇതാണ് ഷൊട്ടാപ്പിൻ്റെ റൂമായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്ന റൂം കേട്ടോ. ഇവിടെ ഓൾറെഡി സാധനങ്ങളൊക്കെ ഫുള്ള് അലമ്പായി കണ്ടോ. സോഫയിൽ ഈ ബ്ലാങ്കറ്റിൻ്റെ താഴെ കുറേ ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്ത് അങ്ങനെ ഇട്ടിട്ടാണ്. കുറേ പണിയുണ്ട് വരുമ്പോഴേക്ക് ചെയ്യാനായിട്ട്. ഫുൾ അലമ്പാണ്. ഈ വാളിലൊക്കെ സ്പേസ് തീമിലുള്ള വാൾപേപ്പർ ഓൾറെഡി നമ്മൾ ഓർഡർ ചെയ്തു, അത് വരും. 2-3 ദിവസത്തിനുള്ളിൽ ഫിക്സ് ചെയ്ത് കിട്ടും. പിന്നെ കുറേ ടോയ്സ് വരും. ഈ ടേബിൾ ഇങ്ങനെ കാണിക്കുക. ഈ ടേബിൾ പുതിയതിപ്പോൾ ഐക്യന്ന് വാങ്ങിയതാണ് ഷൊട്ടാപ്പിക്ക്. ടെൻറ്റും ഡിഫൻഡറൊക്കെ പഴയതാട്ടോ. ഓക്കെ, ഇങ്ങനെ വന്ന് റൂമിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒരു ഹാളായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള സ്പേസ്. വളരെ ചെറുതാണ്. ആൻഡ് ആക്ച്വലി ഇറ്റ്സ് കമ്മിങ് അണ്ടർ എ സ്റ്റെയർകേസ്. വളരെ ചെറിയ സ്പേസാണ്. ഇവിടെയൊക്കെ ഫുള്ള് സാധനങ്ങൾ കൊടുത്തിട്ട് ഇങ്ങോട്ട് ഡംപ് ചെയ്തിട്ടിട്ടേ ഉണ്ടോ. ഇതൊക്കെ റെഡിയാക്കാനുണ്ട്. ഇതാണ് കിച്ചണൊക്കെ പറഞ്ഞാൽ വളരെ ഒരു നാരോ സ്പേസ് കേട്ടോ. നാരോ ഒരു ലെങ്തി സ്പേസ്. നാരോ തീരെ വിടുത്തില്ല കണ്ടോ. ഒരു വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും കയറിയപ്പോൾ ഈ ഏരിയ കഴിഞ്ഞ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ മൂവേഴ്സ് കൊടുന്നിട്ടത്, അതൊന്നും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ല. ഇവിടെ കുക്കിംഗ് റേഞ്ച് വെച്ച് ഇനിയിപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ, ഈ ഒരു ഗ്യാപ്പിൽ തൊട്ട് ഇന്നിപ്പോൾ നമ്മൾ സിലിണ്ടർ കൊണ്ടുവരും. അപ്പോൾ ആ ഗ്യാപ്പും ഫില്ലായി. എന്ന് വെച്ചാൽ ഇവിടെ ഒരാൾക്ക് കഷ്ടിച്ച് നിന്ന് തിരിഞ്ഞ് പണിയെടുക്കാൻ പറ്റും. അത്രയും ചെറിയൊരു കിച്ചൺ. ഇതാണ് വേറൊരു സ്പേസ് എന്ന് പറയുന്നത്. അത് ഒരു കോമൺ പാസേജ് പോലെ. ഇതിൻ്റെ ഒരറ്റത്ത് ഒരു റൂമോ ഒരറ്റത്ത് ഒരു റൂമാണ്. ശരിക്കും നമുക്കിവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഈ ചുമരിനകത്ത് വാൾ മൗണ്ടഡ് ഒരു ഡൈനിങ് ടേബിൾ ഫോൾഡബിൾ ആയിട്ടുള്ളത് സെറ്റ് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് ഇവിടെ ഒരു വാൾപേപ്പർ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് കമ്മിങ് ടു നമ്മുടെ റൂം, മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് നമ്മുടെ റൂം. ഇവിടെയൊക്കെ ഫുള്ള് സാധനങ്ങൾ കുറേയൊക്കെ ഞാൻ ഒഴിവാക്കി.
കുറേ കാർട്ടൂൺസ് ബോക്സ് എല്ലാം എടുത്ത് ഒഴിവാക്കി ഫില്ല് ചെയ്തിട്ട് വാർഡ്രോബിൽ കംപ്ലീറ്റ് ഡ്രസ്സൊക്കെ കയറ്റി സെറ്റാക്കി വെച്ചിരുന്നു. പിന്നെ ടി വി ഇങ്ങോട്ടേക്ക് മാറ്റി. ആദ്യം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് ഷാർജയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഹാളിലായിരുന്നു. ഇവിടെ ആദ്യം പ്ലാൻ ചെയ്തത് കുട്ടിയുടെ റൂമിൽ വെക്കാനായിരുന്നു. പിന്നെ അത് ഇങ്ങോട്ട് മാറ്റി. കാര്യം കുറച്ച് സ്ക്രീൻ ടൈം ആൾക്ക് കൊടുക്കണ്ട എന്ന് വെച്ചിട്ട് ഇവിടെ ആകുമ്പോൾ സ്ക്രീൻ ടൈം കുറച്ച് കുറയുമല്ലോ എന്ന് ഒരു അറിയില്ല, ഞാൻ അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സ്ക്രീൻ ടൈം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് എടുത്തിട്ട് ബെഡ്റൂമിലോട്ട് വെച്ചത്. അപ്പോൾ ഈ റൂം അങ്ങോട്ട് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആൾ കയറില്ലല്ലോ, അങ്ങനെ. പിന്നെ ഇതാണ് ഒരു സ്പേസ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു സ്പേസ് ഉണ്ട്. ആക്ച്വലി ഇത് ഡ്രസ്സിങ് റൂമായിട്ടാണ് ഇവർ തന്നിട്ടുള്ളത്. പക്ഷെ നമ്മളവിടെ നമ്മുടെ വർക്ക് സ്പേസ് ആയിട്ട് സെറ്റ് ചെയ്തേക്കാണ്. സെറ്റ് ചെയ്തിട്ടില്ല, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോണിറ്ററും അങ്ങനെ പരിപാടിയാണ്. ഓക്കെ, എൻ്റെ ഫോൺ ഇടിച്ചു. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ റൂം ശരിക്കും റൂമിൻ്റെ കോലത്തിലല്ല ഉള്ളത്. ഒരു എന്തെങ്കിലും ആകെ ഫുള്ള് കുറേ വേസ്റ്റും കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ആകെ പ്രശ്നമായിട്ടാണുള്ളത്. അതൊക്കെ റെഡിയാക്കണം. ഇന്നൊരു ദിവസം കൊണ്ട് റെഡിയാക്കണം. അതിൻ്റെ തിരക്കിലാണുള്ളത്. അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൻ്റെ കണ്ടന്റ് ഉണ്ടാവുക. പക്ഷേ ഈ വ്ളോഗിൻ്റെ ഏറ്റവും സ്പെഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അത് നാളെ ഷോട്ടാപ്പി വരുന്ന മൊമെൻ്റ് ആയിരിക്കും.